കുട്ടനമ്മളിക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ചിന്തിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മുടെ ചിന്തിനെ കുറിച്ച് പറയാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട് അമ്മാളും ഞാനും ഇപ്പോൾ ചിന്ത് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ജയരാജാശനാണ് പഠിപ്പിക്കുന്നത്. ജയരാജനാണ് ആശാൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ കോട്ടയിലുള്ള പാമ്പാമ്പൂട്ട് അമ്പലത്തിലാണ് പഠിപ്പിക്കുന്നത്. രാത്രി 7 മണിക്കാണ് പഠിപ്പിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. പിന്നെ അവിടെ ഒരു 10-20 കുട്ടികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചേരാൻ. അപ്പോൾ അവിടെ കുട്ടികൾ മാത്രമല്ല ഉള്ളത്, ചെറിയ കുട്ടികളുണ്ട്, മുതിർന്നവർ വരെ ഉണ്ട്. വയസ്സാരല്ല, ഒരു മുതിർന്നവർ വരെ ഉണ്ട്. അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടന്മാർ, ചേച്ചിമാർ, അവരൊക്കെ കുറേ ഉണ്ട്. അതിന് പ്രായപരിധി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചേരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ പ്രധാന കഥാപാത്രം നമ്മുടെ ചിന്താണ്. അപ്പം നമ്മളിപ്പോൾ ഈ ചിന്തനെ കുറിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ആദ്യം തന്നെ പറയേണ്ടത്, ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഡിവോഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഇത് കൊട്ടുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ പാർട്സിലേക്ക് കിടക്കാം. ഇതാണ് ശരിക്കും ഒരു ചിന്ത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പിടിക്കാനായിട്ടൊരു വള്ളി പോലെ വരും. അത് ഇത് കണ്ടിട്ടുള്ളവർ നിങ്ങൾക്കറിയായിരിക്കും. ഇങ്ങനെ ഒരു വള്ളി വരും, അതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന്മേൽ പിടിച്ച് കൊട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡ് ഉണ്ട് കണ്ടോ. ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ സൈഡുമേ കൊട്ടില്ല, നമ്മൾ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ കൊട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് മരത്തോണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് ഈ ഒരു സാധനം പൊട്ടും എന്നുള്ള പേടി വേണ്ട. അപ്പോൾ അത് 2 കൂടി കൂട്ടി കെട്ടിയിരിക്കുന്ന ഒരു നൂലാണ് ഈ ഒരു. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊട്ടുമ്പോൾ ഈ ഒരു നൂല് കണ്ടോ, ഈ ഒരു നൂലും ഇതിങ്ങനെ വന്നടിക്കുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിൻ്റെ സൈഡിൽ കൊട്ടിയാൽ നമുക്ക് സൗണ്ട് വരുന്നില്ല കണ്ടോ. ഇവിടെ ഒന്നും കൊട്ടിയാൽ നമുക്ക് സൗണ്ട് വരില്ല. നമ്മുടെ കൃത്യം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊട്ടണം, നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും കൊട്ടിയാൽ ഒന്നും വരില്ല. ഇവിടെ കണ്ടോ. പിന്നെ നമ്മൾ ആ ഒരു നൂലെന്ന് പറഞ്ഞില്ലേ എൻ്റെ അടിയിൽ ഇങ്ങനെ വരുന്നത്, ആ നൂലിനെ പറയണതാണ് കച്ച എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ കച്ച നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂൺ മാറും. അതിനായിട്ടാണ് ഇങ്ങനെ ഞെക്കി കൊടുക്കുന്നത്. ആ ഒരു നൂല് വള്ളി വരുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഒരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ബാക്കി ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ട്യൂൺ മാറ്റാൻ പറ്റും. കാരണം ഇതും കൂടി ഇങ്ങനെ അമക്കല്ലേ ഇങ്ങനെ ആ നൂലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് കച്ച. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിന്തനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. വൃശ്ചിക മാസത്തിൽ എല്ലാ അമ്പലങ്ങളിലും ഒരു പ്രധാന കാര്യമാണ് ചിന്തുപാട്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു കച്ച നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം ഞങ്ങൾക്കിപ്പോൾ കച്ച കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു ഷോളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ചിന്ത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ പിടുമ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ വേണം ഈ ഒരു തുണി പിടിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കാം. ലെഫ്റ്റ് കയ്യിൽ വേണം നമ്മുടെ ചിന്ത് വയ്ക്കാനായിട്ട്. റൈറ്റ് കൈ കൊണ്ട് കൊട്ടിപ്പാടാം. അതാണ് ഈസി. ചിലവരൊക്കെ റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കൊട്ടും. പക്ഷെ എനിക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് കൊട്ടുന്നതാണ് കേട്ടോ കംഫർട്ട്. ചിലവർക്ക് നേരത്തെ പോലെ ചെയ്യും. അപ്പം ഇങ്ങനെയാണ് പിടിക്കാം. അപ്പം നമ്മൾ ഇത് കൊട്ടുമ്പോൾ 2 തരം കൊട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്നത് 2 തരം കൊട്ടുകളാണ്.
അപ്പൊ ആ 2 കൊട്ടുകൾ നമ്മുടെ അമ്മാള് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ്. ആദ്യത്തെ കൊട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഒന്നാമത്തെ കൊട്ട് വരുന്നത്. അപ്പൊ അടുത്തത് രണ്ടാമത്തെ കൊട്ട് ഇതായി ഇങ്ങനെയാണ് വരുന്നത്. ഇതില് നമ്മള് ഈ ഫിംഗേഴ്സിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്നത് ഈ 4 വിരല് ഫിംഗേഴ്സ് മാത്രമാണ് നമ്മൾ ഈ കൊട്ടിന് യൂസ് ചെയ്യുള്ളൂ. ഈ ഒരു തമ്പ് വിരല് നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഈ ചൂണ്ടാണി വിരലുകൊണ്ട് ഫസ്റ്റത്തെ കൊട്ടാണ് പറയുന്നത്. ചൂണ്ടാണി വിരലുകൊണ്ട് 2 കൊട്ടുകൊണ്ട. പിന്നെ ഈ 3 വിരലില്ലേ, ആ 3 വിരലുകൊണ്ട് ഒരു പൊത്ത് ഇങ്ങനെ. അപ്പൊ ശബ്ദം ഇങ്ങനെ വരുന്നത് കണ്ടോ, പൊത്തന ശബ്ദം. നമ്മൾ തേമ്പിക്കഴിഞ്ഞാൽ ശബ്ദം മാറും. തേമ്പല്ലാട്ടോ ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് പൊത്തേ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം ചൂണ്ടാനി വിരലുകൊണ്ട്, പിന്നെ ഈ 3 വിരലുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ 2 അടി ചൂണ്ടാനി വിരലുണ്ട്. അപ്പൊ അതാണ് ഫസ്റ്റത്തെ താളം, ഫസ്റ്റത്തെ കൊട്ട്. അടുത്ത രണ്ടാമത്തെ കൊട്ട് വരുന്നത് ഫസ്റ്റത്തെ പോലെ തന്നെ ചൂണ്ടാനി വിരലുണ്ട്, 2 കൊട്ട്. ആ ലാസ്റ്റത്തെ ഒരു അടി മറ്റേതിന്റെ പോലെ ഇതിന് കുറവാണ് കേട്ടോ, ലാസ്റ്റത്തെ ഒരു അടി. എന്നിട്ട് ഇങ്ങനെയാണ് വരാം. അപ്പൊ ഇങ്ങനത്തെ ലോ വോയിസും ഉണ്ട്, പിന്നെ ഇങ്ങനെ ഇത് സ്പീഡും ഉണ്ട് കേട്ടോ. സ്പീഡും ഉണ്ട്, ലോ ഉണ്ട്. ഞാനിവിടെ ഒരു 4 വരി പാട്ട് കേൾപ്പിച്ചു തരാം. അങ്ങനെ ബൈ ഹാർട്ട് എന്ന് അറിഞ്ഞുവിടാം പാട്ടുകൾ, എന്നാലും എല്ലാത്തിനും തുടക്കത്തെ 4 വരി മാത്രമേ അറിയാം. അപ്പോൾ ഒരു മുരുകൻ്റെ ഒരു പാട്ട് പാടാം. 1 2 3 സ്റ്റാർട്ട്. വേൽ 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 മുരുകാ വേൽ വേൽ മുരുകാ മാമ്പഴനി വേലായുധ ആവേൽ സന്താ കടമ്പ കുമാര കാർത്തികേയ വള്ളി ദേവയാനി നാഥ കാർത്തികേയ വേൽ 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 മുരുകാ വേൽ വേൽ മുരുകാ മാമ്പഴനി വേലായുധ ആവേൽ. അപ്പൊ ഇതിന്റെ ഓരോ വരി ചൊല്ലിയിട്ടും അതിന് ഒരാള് ഓരോ വരി ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ളവര് ഇതിന്റെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ മാത്രമല്ല പറഞ്ഞത്, അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചിന്തിനെ കുറിച്ചും ചിന്തിനെ കുറിച്ചും ചിന്തിന്റെ ഉപയോഗങ്ങളെയൊക്കെ കുറിച്ചും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇതോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.